ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള രൂപത്തിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഇന്നത്തെ റെസിപ്പി. ഇപ്പോൾ സാധാരണ നമ്മുടെ പഴംപൊരി നമുക്കറിയാമല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് പഴംപൊരി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. വ്യത്യസ്തമാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതും. അപ്പോൾ ഇതിന് മാവ് കലക്കൊന്നും വേണ്ട, പൊടി ഇട്ടിട്ട് വെറുതെ പൊടിയിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കിലോ പഴത്തിനുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് റവ, പിന്നെ 2 നുള്ളു ഉപ്പ്. അപ്പോൾ 2 പഴമൊക്കെ ആണെങ്കിൽ ആ ക്വാണ്ടിറ്റിയിൽ ഇതിനേക്കാളൊക്കെ വളരെ കുറച്ച് മതി. ഈ പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇതിൽ എക്സ്ട്രാ ചേർക്കുന്നത് മുളക് പൊടിയാണ്, അതും ഒരു 1/4 ടീസ്പൂൺ, മാക്സിമം 1/2 ടീസ്പൂൺ, അത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2-3 പഴമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി തന്നെ ധാരാളമാണ് കേട്ടോ. ഈ പൊടികളെടുത്തതിൻ്റെ പകുതി തന്നെ ധാരാളമാണ്. പിന്നെ ഈ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അധികം പഴുത്ത് പോകരുത്. ഒരു ഉന്നക്കായുടെ ഒക്കെ പരുവത്തിലുള്ള പഴമാണ് ഇതിന് ബെസ്റ്റ്. ഇപ്പോൾ ഒരു പഴത്തിനെ വട്ടത്തിൽ 2 ആക്കാം. പിന്നെ ആ ഓരോ പകുതിയും 4 ആക്കണം, നീളത്തിൽ 4 ആക്കി കീറണം. അപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്റ്റിക്ക് പോലെ കിട്ടും. അപ്പോൾ അധികം കനം കുറയ്ക്കരുത്. ഇനി അത് ഈ പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ചോ കൈ വെച്ചോ, കാരണം ഓരോ പീസും ആ പൊടിയിൽ കോട്ട് ചെയ്യണം, ഫുള്ളായിട്ട് കോട്ട് ചെയ്യണം. ഇതിനിടയിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. ഒരുവിധം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഓരോ പീസ് എടുക്കുമ്പോഴും ഒന്ന് തട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കാരണം അതിൽ ആ പൊടി ഉള്ളത് കൊണ്ട് ആ വെളിച്ചെണ്ണയിൽ കൂടുതൽ പൊടി വീണ് വെളിച്ചെണ്ണ വല്ലാതെ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തത്. എങ്കിലും കുറച്ച് 2-3 സ്റ്റെപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണയുടെ അടിയിൽ ഇങ്ങനെ ഈ പൊടി വന്ന് കിടക്കും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. നല്ല കണ്ണകലം കുറവുള്ള അരിപ്പയുണ്ടാവും, നമ്മൾ ചായയുടെ ഒക്കെ അരിപ്പുണ്ടെങ്കിൽ അത് വെച്ചെടുത്താൽ ആ അടിയിൽ ഉള്ള കരിഞ്ഞ പൊടികളൊക്കെ അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കൊള്ളാവുന്ന അത്രയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരുവിധം നന്നായിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. ഇനി ഇളക്കി നന്നായിട്ട് മുരിച്ചെടുക്കാം. ഈ ഒരു പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ടേസ്റ്റിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്, കാരണം നമ്മളതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു എരിവെന്ന് പറയാനൊന്നുമില്ല, പക്ഷേ ആ മധുരവും എരിവും എല്ലാം കൂടെ ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണിത്. ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കോരരുത്. കുറച്ച് ആദ്യം ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ആ കളറ് മാറി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഇങ്ങനെ നന്നായി ഇളക്കി നല്ല ഗോൾഡൻ കളറിൽ എടുക്കാം. റവ എടുക്കുമ്പോൾ അധികം തരിയില്ലാത്തത് എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെറൈറ്റി പഴംപൊരി റെഡി ആയിട്ടുണ്ട്. രൂപത്തിലും രുചിയിലും ഒരു വ്യത്യസ്തത. പിന്നെ പഴം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പഴം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ എളുപ്പത്തിൽ ചെയ്യാം, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. പൊടി കലക്കി വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.